തെളിയിച്ചാൽ എൻ്റെ ഒപ്പാണ്. ഞാൻ ആ കത്ത് കൊടുത്ത് തെളിയിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇലക്കിയപ്പെടുന്ന എൻ്റെ വിശ്വാസം. MLA സ്ഥാനം ഒഴിവാക്കിയേക്കാം, രാഷ്ട്രീയം അവസാനിപ്പിച്ചേക്കാം. ഐ ചലഞ്ച്. നോക്കാം, നമുക്ക് നോക്കാം. വീട്ടിൽ കൂടുതൽ വിളിക്കാം, എല്ലാവരും വിളിക്കും. UDF പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ തീരും. ഒരു പ്രശ്നവും തീരേണ്ടയില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ പോയിട്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നു. അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള കളക്ഷൻ ഫണ്ട് കട്ടവരെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകും. ഞങ്ങൾ കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകും. രാജ്യഭീതി മുന്നിൽ കണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ CPM പ്രവർത്തകരെ ഭരണത്തിന്റെ കൂടി ഒത്താശയോടെ UDF പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. പല സ്ഥലങ്ങളിലും അത് പ്രാദേശിക വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ സംഭവങ്ങൾ കണ്ണൂരിലെ പത്രങ്ങളിലെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന വ്യാപകമായി നടന്ന അക്രമ പരമ്പരകളുണ്ട്. അത് നിരവധിയാണ്. അതിൻ്റെ ചെറിയ ഒരു നോട്ട് ഇവിടെ തരുന്നുണ്ട്. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി G. സുധാകരന്റെ ബൂത്ത് സന്ദർശനത്തിനിടയിൽ CPM പ്രവർത്തകർ തടഞ്ഞു. മണലൂരിൽ UDF സ്ഥാനാർത്ഥി TM പ്രതാപനെ പോളിംഗ് ബൂത്ത് സന്ദർശനത്തിനിടെ BJPക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തും പുനലൂരിലും തീരദേശ മേഖലയായ വാടിയിലും LDFന്റെ പ്രവർത്തകർ UDFകാരെ ആക്രമിച്ചു. പുനലൂരിൽ CPM കൗൺസിലർ കോൺഗ്രസിന്റെ വനിതാ കൗൺസിലറെ മർദ്ദിച്ചു. പത്തനാപുരത്ത് കണ്ടയം മാങ്ങോട് ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നതായി UDFന്റെ പരാതിയുണ്ട്. കൊച്ചി കളമശ്ശേരിയിൽ വാലുവയലും സംഘർഷം. കാസർഗോഡ് ഉദിനൂരിൽ UDFന്റെ വനിതാ ബൂത്ത് ഏജന്റിനെതിരെ നായ്ക്കരണപ്പൊടി ഉപയോഗിച്ചു. നായ്ക്കരണപ്പൊടി പ്രയോഗത്തിൽ പരിക്കേറ്റ ബൂത്ത് ഏജന്റ് രതിലയെയും മറ്റൊരു UDF പ്രവർത്തകനെയും ആശുപത്രിയിൽ പ്രവേശിച്ചു. അതേപോലെ പേരാവൂരിലെ 85-ാം ബൂത്ത് മുഴക്കുന്നിൽ ബൂത്ത് ഏജന്റ് മറ്റൊരു വനിത സജിതയെയും നായ്ക്കരണപ്പൊടി പരിക്കേൽപ്പിച്ചു. അവരും ചികിത്സ തേടിയിട്ടുണ്ട്. തൃക്കരിപ്പൂര് കുറ്റ്യാടി മണ്ഡലങ്ങളിൽ ഏജന്റന്മാർക്ക് UDFന്റെ ബൂത്ത് ഏജന്റന്മാരെ LDF പ്രവർത്തകർ മർദ്ദിച്ചു. ആലപ്പുഴ അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ പെരുമ്പളം ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടത്തിവിടാത്തതിനെ ചൊല്ലി സംഘർഷം. സ്കൂളിന് മുന്നിൽ രാത്രിയിൽ ഷാനിമോൾ ഉസ്മാൻ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തലേന്ന് പോളിംഗ് സ്റ്റേഷനിലെ ഗേറ്റ് അടച്ച ശേഷം വൈകിട്ട് 6:30 ഷാനിമോളെ ബൂത്തിന്റെ ഗേറ്റിന് മുൻപിലെത്തിയത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നു എന്ന് പരാതിയുണ്ട്. ഒറ്റപ്പാലത്ത് മീറ്റ്ന സീനിയർ ബേസിക് സ്കൂളിലെ 168, 169 ബൂത്തുകളിലും പടിഞ്ഞാറക്കര LP സ്കൂളിലെ 163-ാം ബൂത്തിലുമാണ് കള്ളവോട്ടെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. അമ്പലപ്പാറ ALP സ്കൂളിലെ 98-ാം നമ്പർ ബൂത്തിലും ഇതേ പരാതിയുണ്ട്. ഈ ബൂത്തുകളിലെ ഓരോ വോട്ടുകൾ മറ്റാരോ രേഖപ്പെടുത്തിയെന്നാണ് ആക്ഷേപം. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലെ ഫറൂഖ് ചന്തയിലുള്ള പോളിംഗ് സ്റ്റേഷൻ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷത്തിൽ ബൂത്ത് വോട്ടില്ലാത്ത LDF പ്രവർത്തകർ അകത്തേക്ക് ഇറങ്ങി. കണ്ണൂർ ജില്ലയിലെ വ്യാപകമായ അക്രമം, മലപ്പട്ടത്തും അതുപോലെ തന്നെ മയ്യിലുമെല്ലാം ഉണ്ടായ അക്രമം. മയ്യില് കോൺഗ്രസ് ഓഫീസ് ഗാന്ധി ഭവൻ പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. അവിടുത്തെ UDFന്റെ ബൂത്ത് ഏജന്റ് ഭാസ്കരൻ്റെ വീട് പൂർണ്ണമായിട്ടും അടിച്ചു തകർത്തു. പക്ഷെ പോലീസ് ഒരു ഭവനം ആക്രമിച്ച ഭവനവേതനത്തിന് ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുക്കുന്നതിന് പകരം ആ പ്രതിയെ ജാമ്യം കൊടുക്കാത്ത രൂപത്തിൽ നിസ്സാരമായ കേസെടുത്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. മുല്ലക്കൊടി UP സ്കൂളിലെ ഈ പോളിംഗ് ഏജന്റ് ഭാസ്കരൻ്റെ വീട്. തളിപ്പറമ്പിൽ മലപ്പട്ടത്ത് 234 നമ്പർ ബൂത്ത് UDF ഏജന്റ് രാജേഷിനെ CPM പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കള്ളവോട്ട് തടയാൻ ശ്രമിച്ചത് രാജേഷിനെയാണ് CPM സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പുഞ്ചക്കാട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തിനെ ബൈക്കിലെത്തിയ 10ഓളം പേർ ക്രൂരമായി ആക്രമിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ കാനായി 61-ാം ബൂത്തിൽ വെച്ച് വാർഡ് കൗൺസിലർ രമേശിന്റെ മകൻ കള്ളവോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അത് തടഞ്ഞ ബൂത്ത് ഏജന്റായ INTUC സംസ്ഥാന കമ്മിറ്റി മെമ്പർ സുരേഷ് കാനാനിയെ CPMന്റെ 60ഓളം വരുന്ന പ്രവർത്തകർ ചേർന്ന് ബൂത്തിന്റെ പുറത്തു നിന്ന് ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ ഏളന്നൂരിലും UDF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. പേരാവൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞു, 85-ാം നമ്പർ ബൂത്തിന് മാത്രമല്ല പായം മണ്ഡലത്തിലെ പായം പഞ്ചായത്തിലെ കോളിക്കടവിലും 21, 20 ബൂത്തുകളിൽ 20 ബൂത്തിലിരുന്ന വനിതാ ഏജന്റന്മാരെ ഭീഷണിപ്പെടുത്തി. അവിടേക്ക് പുറമേ നിന്നുള്ള വോട്ടർമാരല്ലാത്തവരെ അരച്ചു കയറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വനിതാ ബൂത്ത് ഏജന്റന്മാർ അതിനെ ചെറുത്തു. അവരെയാണ് ഭീഷണിപ്പെടുത്തിയത്. അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി. മലപ്പട്ടത്ത് RJUP സ്കൂൾ ബൂത്തിലെ UDF ഏജന്റ് രാജേഷിനെ സ്ലിപ്പ് നൽകാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി കുഞ്ഞികൃഷ്ണനോട് അനുഭവം ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ പുരുഷോത്തമന്റെ വീടിന് നേരെ അക്രമം. ധർമ്മടത്ത് കീഴത്തൂർ കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകന് നേരെ അക്രമം. ഈ വ്യാപകമായ അക്രമങ്ങളും പോലീസിന്റെ നിഷ്ക്രിയത്വവും പക്ഷപാതവും
അതിനെല്ലാം ചെറുത്ത് ഈ പ്രവർത്തന രംഗത്ത് പോളിംഗ് ഡേയിലും അതിനു മുൻപും സജീവമായ കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വോട്ടെടുപ്പിൽ നല്ല നിലയിൽ പോളിംഗ് ബൂത്തിലെത്തിയ വോട്ടർമാരോടും ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അവരുടെ വലിയ പ്രതിജ്ഞാബദ്ധമായ ആ പ്രവർത്തനത്തെയും പ്രത്യേകിച്ച് KPCCയും UDFും അഭിനന്ദിക്കുകയാണ്. അവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് ആരംഭം മുതലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി, ഖാർഗെജി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഇവരെല്ലാം കേരളത്തിൽ ശക്തമായി നേതൃത്വം നൽകി, എല്ലാ തരത്തിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ സഹായിച്ചു. അവരോടും പ്രത്യേകമായിട്ടുള്ള AICCയോടും ഞങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇനിയും റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDF കേരളത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. പേരാവൂരിലും തെരഞ്ഞെടുപ്പ് ഫലം UDFന് പൂർണ്ണമായും അനുകൂലമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. മോശം വരില്ല. എനിക്ക് ഇതുവരെ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും മുൻപിലുള്ള ഭൂരിപക്ഷമായിരിക്കും പ്രാവശ്യം. ടോട്ടലി ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാനിടയില്ല. ആത്മവിശ്വാസം കൂടുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം കൂടുകയായിരുന്നു. അതെ, സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള ഭീഷണി, പ്രവർത്തകർക്ക് നേരെയുള്ള ഭീഷണിയും പോലീസിനെയൊക്കെ ഫലപ്രദമായിട്ട് വിന്യസിച്ചില്ല. പല സ്ഥലത്തും പക്ഷപാതം നിർജീവമായിരുന്നു പോലീസ്. എനിക്ക് തന്നെ പേരാവൂരിലെ സംഭവങ്ങൾക്ക്, മുഴക്കുന്നിലും അതുപോലെ പായത്തുണ്ടായ സംഭവങ്ങൾക്ക് DGPയെ തന്നെ നേരിട്ട് വിളിക്കേണ്ടതായിട്ട് വന്നു. ഈ മയ്യിലൊരു പ്രകാശൻ എന്ന് പറയുന്നൊരു CPM അനുഭാവിയെ കോൺഗ്രസ് പ്രവർത്തകർ കുത്തി. അതെന്താ നിങ്ങൾ അന്വേഷിക്കണം, എങ്ങനെയാ സംഭവം ഉണ്ടായിട്ടുള്ളത്? സത്യത്തിൽ എന്താ അവിടുത്തെ ബൂത്ത് ഏജന്റിനെ ആക്രമിക്കുന്നതായിരുന്നു സംഭവം. കോൺഗ്രസിന്റെ UDFന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിച്ച സംഭവം കണ്ടിട്ട്, അത് ആരാ, ഈ പറയുന്ന ഈ പ്രതി എന്ന് പറയുന്ന ആളുടെ സഹോദരനെയാണ് ആക്രമിച്ചത്. അത് തടയാനാണ് ശ്രമിച്ചത്. ആ സംഭവത്തിൽ ആ ഒരു സ്കഫിൾ എന്ന് പറയും നിയമത്തിൻ്റെ ഭാഷയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കേണ്ടതാണ്. അതെ, അതാ ഞാൻ പറഞ്ഞേ. ആ സംഭവത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നാണ് നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത്, പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. അല്ല, പോളിംഗ് ബൂത്തിലല്ലല്ലോ സംഭവം. അല്ല, വെളിയില്ല, പോളിംഗ് ബൂത്തിലല്ലല്ലോ. കത്തിയാണോ എന്ന് തന്നെ പരിശോധിക്കണമല്ലോ. അതെ, അവിടുത്തെ ആ സംഭവത്തെയും തുടക്കം ആർക്കാണ്, അതിന്റെ പ്രകോപനം ആർക്കാണ്, ഈസ് ദ അഗ്രസർ. അതാണ് നിയമത്തിന്റെയും രാഷ്ട്രീയത്തിനും പരിശോധിക്കണം. UDFന്റെ ബൂത്ത് ഏജന്റിനെ ആക്രമിക്കുന്ന സംഭവത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സഹോദരൻ ഇടപെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമില്ലല്ലോ, നിങ്ങളുണ്ടാക്കുന്ന വിഷയമല്ലാതെ. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കെ സുധാകരൻ കേരളത്തിലെ 10 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടി അദ്ദേഹം വോട്ടർമാരെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം കെ സുധാകരൻ പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടുപോലും നടത്തിയിട്ടുള്ള പ്രതികരണം പറയുന്നത് ഈ പുറത്തു വന്ന കത്ത് തെറ്റോ ശരിയോ എന്ന് താൻ പറയില്ല. അതിനകത്ത് അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പേരിൽ വന്ന കത്ത് ഞാൻ ഒപ്പിട്ടതല്ല. ഞാൻ അങ്ങനെ യാതൊരു കത്ത് എഴുതുകയോ ഒപ്പിടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അത് ഞാൻ ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയ സംഭവത്തിൽ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. കേസിനെ വിശ്വസിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അങ്ങനെ മടിച്ചാൽ ഞാൻ മറ്റൊരു കാഫിയർ സ്ക്രീൻഷോട്ടാണ്. വടകരയിൽ സാഫി പറമ്പലിനെതിരെ UDFന്റെ പ്രവർത്തകൻ സൃഷ്ടിച്ചതായി ഒരു കാഫിയർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ആ കേസ് അന്വേഷണം LDFലേക്ക് എത്തിയപ്പോൾ അന്വേഷണം മരവിപ്പിച്ചു. UDFന്റെ പ്രവർത്തകനെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു. ആ പ്രവർത്തകൻ കേരള ഹൈക്കോടതിയിൽ പോയി പോലീസ് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് എത്തിച്ചേർന്നവിടെയാണ് അമ്പാടി സഹാക്കൾ, റെഡ് വോളണ്ടിയേഴ്സ്, റെഡ് എൻകൗണ്ടേഴ്സ്, അവരാണ് ഇതിന്റെ നിർമ്മാതാക്കളും അവരാണ് ഇതിന്റെ പ്രചാരകരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ ഇത് അവസാനം കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കേസ് തെളിയിക്കാൻ കഴിയും. തെളിയിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ
അതിലെ പ്രതികൾ CPM-ന്റെ ഈ പറഞ്ഞ സംഘങ്ങളാണ് എന്ന് വ്യക്തമാക്കപ്പെടും എന്നറിയുന്നത് കൊണ്ട് കേസിൽ ഇപ്പൊ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നു, എന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേരിലുണ്ടാക്കിയ വ്യാജക്കത്ത് ആര് നിർമ്മിച്ചു, ആര് പ്രചരിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ഗവൺമെന്റും പോലീസ് സംവിധാനവും ശ്രമിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ കോടതിയിൽ ഏതറ്റം വരെയും പോയി ഞങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അക്കാര്യത്തിലെ ഞങ്ങളുടെ നിരപരാധിത്വവും കൃത്യമായിട്ട് തെളിയിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം സണ്ണി ജോസഫിനെ കുറിച്ച്. ഞാനൊരു കത്തെഴുതി കൊടുത്താലേ അത് എഴുതി കൊടുത്തു എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവത്ത് എനിക്കുണ്ട്. എന്നെ രാഷ്ട്രീയത്തിൽ ഞാൻ പ്രഗത്ഭനൊന്നുമല്ല, സാധാരണക്കാരനാണ്. ഒരു കത്ത് കൊടുത്താൽ ACCക്ക് ഒരു കത്ത് കൊടുത്താൽ കൊടുത്തു എന്ന് ധൈര്യമായിട്ട് പറയും. കൊടുക്കാത്ത കത്ത് വ്യാജമായി ഉണ്ടാക്കിയാൽ കൊടുക്കാത്ത കത്ത് ആര് വ്യാജമായി ഉണ്ടാക്കിയും തെളിയിക്കാൻ വേണ്ടി അത് അറ്റം വരെ പോകും. നോക്കട്ടെ, കാഫിർ സ്ക്രീൻഷോട്ട് ആരാ നിങ്ങൾ പറ. കാഫിർ സ്ക്രീൻഷോട്ട് ആരാ ഉണ്ടാക്കിയത് അത് പറ. നിഷേധിക്കാൻ കഴിയോ? എന്തോ ഹൂഎവർ ദേ മേ ബി, ആരാണെങ്കിലും തെളിയിക്കാനാണ് ഞാൻ പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുക ഗവൺമെന്റിനെ. അവർ കുറച്ച് ഒട്ടിച്ചല്ലോ, വെല്ലുവിളിക്കുക അത് തെളിയിക്കാൻ. ആ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ആശയക്കുഴപ്പമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പേരിൽ നിങ്ങളെ പേരിൽ കത്ത് വന്നാൽ നിങ്ങളെ പേരിൽ ഒരു കത്ത് വന്നാൽ അത് വ്യാജമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കുന്നു. ആർക്കാ പരാതി കൊടുക്കുന്നത്? കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ചീഫിനാ പരാതി കൊടുക്കുന്നത്. അവരെല്ലാ സംവിധാനവും വെച്ച് അന്വേഷിച്ചോട്ടെ. തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അത് തെളിയിച്ചാൽ എൻ്റെ ഒപ്പാണ്. ഞാൻ ആ കത്ത് കൊടുത്ത് തെളിയിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇലക്ട് ചെയ്യപ്പെടുന്ന എൻ്റെ വിശ്വാസം. MLA സ്ഥാനം ഒഴിവാക്കിയേക്കാം, രാഷ്ട്രീയം അവസാനിപ്പിച്ചേക്കാം. ഐ ചലഞ്ച്. അതാരാ ഉണ്ടാക്കിയ മറ്റൊരു കാഫിയൻ സ്ക്രീൻഷോട്ട്, അത് വില പോവില്ല. അദ്ദേഹം പറഞ്ഞെന്താ നിങ്ങളെ വീട്ടിൽ വെച്ചല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചല്ലേ നിങ്ങൾ എനിക്ക് സണ്ണിയോട് പ്രേമാന്ന് പറഞ്ഞു. അതുകൂടെ എനിക്കൊന്നും പറയാനില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ തീരും. ഒരു പ്രശ്നവും തീരണ്ടേയില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ പോയിട്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. അത് നിങ്ങളാണ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത്. നിങ്ങളല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാഫി സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ചർച്ച ചെയ്തത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. അതിന്റെ തനിയാവർത്തനം. ഞാനിപ്പോ സണ്ണി ജോസഫിനെതിരെ ഒരു കത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. സാധാരണ ഞാൻ ആ കത്ത് നിഷേധിച്ചു. പക്ഷെ ആ കാര്യം സണ്ണി ജോസഫിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ അത് എന്റെ കൂടി പരാജയമല്ലേ? ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് കോടതിയിൽ നിന്ന് കാണാം. ആരെയും ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ കത്തിന്റെ ഉത്ഭവം അത് വ്യാജമായി ഉണ്ടാക്കിയതാണ്. ആ കത്ത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഒന്ന് ഞാൻ ആവശ്യപ്പെട്ടു, രണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഭരണ സംവിധാനത്തിന് ഇതിൻ്റെ കള്ളക്കളിയിൽ പങ്കുള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും അവര് മറ്റൊരു കാഫിയർ സ്ക്രീൻഷോട്ടായിട്ട് ഇത് മാറുമെന്നുള്ളതുകൊണ്ടും അവരന്വേഷിക്കാതെ വന്നാൽ കോടതിയെ സമീപിക്കുമെന്ന് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിന് ഞാൻ ഉത്തരം പറയാനല്ലോ. പ്ലസ് ടു ഓടും കാര്യമൊന്നും ഇപ്പൊ ഉത്തരം പറയാൻ. വേറെ ഉണ്ടോ? വേറൊന്നും ചോദിക്കാനുണ്ടോ? വേറെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങൾക്ക് ഗുണം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശബരിമല കൊള്ളയും അയ്യപ്പ സംഗമത്തിന്റെ മറവിലുള്ള മോഷണവും ഒന്നുകൂടി മറനീക്കി വ്യക്തമാക്കാൻ അവരുടെ ദുരാരോപണം ഞങ്ങളെ സഹായിച്ചു. അത് നികേഷിനെതിരെ നടപടി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. KPCC പരാതി കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ട് നിങ്ങൾ കോമൺ സെൻസ് ഉള്ളവരാണല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ സാധാരണക്കാൾ നിങ്ങൾ പഠനമുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമല്ലേ, മാധ്യമപ്രവർത്തനമല്ലേ. എന്നാൽ പിന്നെ നികേഷിനോട് എൻ്റെ സുഹൃത്താണല്ലോ, MBRന്റെ മകനല്ലേ നികേഷ്. എന്നാൽ പിന്നെ അക്കൗണ്ടിൻ്റെ നമ്പറും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചും എന്ന് പറഞ്ഞാൽ പോരെ. ഇഫ് ഈസ് ഹാവിംഗ് ദ ഡീറ്റെയിൽസ് he should have furnished the details. കളവെന്ന് പറയും കേട്ടോ. നോക്കാം, നമുക്ക് നോക്കാം. വീട്ടിൽ കൂടുതൽ വിളിക്കാം. എല്ലാരെയും വിളിക്കും. ഒന്നും തിരക്കാക്കണ്ടത് ഒരു തിരക്കുമില്ല. ഒന്നും തിരക്കാക്കണ്ട. വീട്ടിൽ കൂടുതൽ വിളിക്കാം. അതിന് പറഞ്ഞോ ആര് അച്ഛൻ എത്രയും വേഗത്തിൽ. അതിനൊന്നും ഒരു നിങ്ങൾ ആരും തരണ്ട. നിങ്ങൾ ആരെയും ശമ്പളത്തിൽ തരണ്ട. ഞങ്ങൾ ഉണ്ടായിക്കോളൂ. അത് നിങ്ങളാരും അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഞങ്ങളെ ഫണ്ട് കളക്ഷനെ ഓർത്ത് നിങ്ങളാരും കരയണ്ട കേട്ടോ. നിങ്ങൾ കരയേണ്ടത്
സർക്കാരിൻ്റെ പൊതു ഖജനാവിലെ ഫണ്ടും ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ സ്വർണവും അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള കളക്ഷൻ ഫണ്ടും തട്ടവരെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകും. ഞങ്ങൾ കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാണ്. അതിനാ ഞങ്ങൾ മറുപടി, അതിനെക്കുറിച്ചാണ് കൃത്യമായ മറുപടി. ഞങ്ങൾ സമാഹരിച്ച പൈസയേക്കാൾ കൂടുതൽ ചെലവിട്ട് സ്ഥലം വാങ്ങി. ഇനി പൈസ സമാഹരിക്കാതെ തന്നെ പാർട്ടിയുടെ തനത് ഫണ്ട്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുണ്ടാക്കാൻ ഞാൻ കഴിയും. അത് വയനാട്ടുകാരോട് ചോദിക്കാം. അവിടെ അല്ല അതൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ, ഞാനേതായാലും പോകേണ്ടി വരില്ല കേട്ടോ. BDS സദസ്സിന് പോകേണ്ടി വരില്ല. അദ്ദേഹം പോവില്ലല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം അവിടെ ഉണ്ടാവും. ജയിച്ചില്ലെങ്കിൽ ബൈ ഇലക്ഷൻ ചെയ്യിപ്പിക്കും. ധർമ്മടത്ത് തോറ്റാലും ബൈ ഇലക്ഷൻ ചെയ്യിപ്പിക്കും അദ്ദേഹത്തെ. അതൊക്കെ പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ്, ഇല്ലേ? പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ്. എന്താണ്? ജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുന്നു പറയുന്നത് ജയിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായിരുന്നു? നിങ്ങളെന്തായിരുന്നു കണക്കൂട്ടിയ? കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുന്നതാരും കരുതി. കോഴിക്കോട് ഞങ്ങൾ 2 സീറ്റിന് ചെറിയ വോട്ട് 150 താഴെ കോഴിക്കോട് കോർപ്പറേഷൻ അവരുണ്ടാക്കിയ വാർഡിൽ ഞങ്ങൾ തോക്കുന്നു, നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ എഴുതിയോ? തിരുവനന്തപുരത്ത് ഞങ്ങളെ സീറ്റ് 10-20 ആക്കിയെന്ന് നിങ്ങൾ എഴുതിയോ? അപ്പോൾ അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം ആവർത്തിക്കും. അത് പ്രകടന പത്രികയിലല്ല, അത് നേരത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെ. അതെ, രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചത്. എത്രയും വേഗത്തിൽ അത് നോക്കാം നമുക്ക്. ചിലപ്പോൾ 101 ആയാലും കുഴപ്പമില്ലല്ലോ. 100-ാം തീയതി അവധിയായപ്പോൾ 100-ാം ദിവസം അവധിയായി ചിലപ്പോൾ 101 ആവും. നോക്കാം നമുക്ക്. മന്ത്രിമാരുണ്ടോ? നോക്കാം, ഗവർണറുമായിട്ട് ആലോചിച്ചിട്ട് പറയാം.